100 മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയകൾ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐസ് ക്യൂബ് മാനുഫാക്ചറിംഗ് ആണ്. നമുക്കറിയാം ഐസ് ക്യൂബ് നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഹോട്ടൽസ്, ജ്യൂസ് ഷോപ്പ്, പാർട്ടി, അതുപോലെ കാറ്ററിംഗിൻ്റെ ആളുകൾക്ക്, ബാറുകൾ എല്ലായിടത്തും ഐസ് ക്യൂബിന് വളരെയധികം ഡിമാൻഡാണ്. ഇതിലുള്ള ഡിമാൻഡ് നോൺ സ്റ്റോപ്പുമാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് ഹോട്ട് ക്ലൈമറ്റിൽ ഇതിൻ്റെ ഡിമാൻഡ് വന്നിട്ട് 2 ഇരട്ടി 3 ഇരട്ടിയൊക്കെ പോകുന്ന സമയങ്ങളുണ്ട്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വർഷം മുഴുവനും ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ ഇത് തുടങ്ങുന്നതിന് മുതൽ മുടക്ക് നമുക്ക് എങ്ങനെയൊന്ന് പരീക്ഷിക്കാം. നമുക്ക് ചെറിയ രീതിയിലും അതുപോലെ തന്നെ ലാർജർ സ്കെയിലും ഇത് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഏത് രീതിയിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്ഥിര വരുമാനം എന്നുള്ള ആളുകൾക്കാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ വലിയ കൊമേഴ്ഷ്യൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരുപാട് ബ്രാഞ്ചുകളും ഒരുപാട് ഏരിയ കവർ ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യേണ്ടവർക്ക് ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നമുക്ക് മിനിമം ഒരു 1 ലക്ഷം തൊട്ട് 5 ലക്ഷം രൂപ വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്ക് ലോ കോസ്റ്റ്, മാനുവൽ, സെമി ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക് അങ്ങനെ ഒക്കെയുള്ള കോമ്പിനേഷൻസ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ കോസ്റ്റ് വേരി ചെയ്യുന്നതാണ്. ഇനി ഇതിന് വേണ്ട മെഷീനറീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് വേണ്ട നമുക്ക് ഐസ് ക്യൂബ് മേക്കിംഗ് മെഷീനാണ്. നമുക്കറിയാം നമ്മുടെ ഈ റെഫ്രിജറേഷൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് ഈ ഐസ് ക്യൂബ് മേക്കിംഗ് മെഷീൻ അവരുടെ കയ്യിൽ കിട്ടും. വേരിയസ് ബ്രാൻഡുകളിൽ നമ്മുടെ നാട്ടിൽ ഇത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് സെമി ഓട്ടോമാറ്റിക്കും അതുപോലെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടും അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഐസ് ക്യൂബുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡീപ് ഫ്രീസേഴ്സ് ആവശ്യമാണ്. അത് മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്തിന് എല്ലായിടത്തും നിയർ ബൈ ആയിട്ടുള്ള AC റെഫ്രിജറേഷൻ ഷോപ്പുകളിൽ കിട്ടും. പിന്നെ വേണ്ട നമ്മൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഫുഡ് പർപ്പസിന് ഉള്ളതായതുകൊണ്ട് തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന വെള്ളം വളരെയധികം പ്യൂരിഫൈ ചെയ്ത് ആവേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാട്ടർ പ്യൂരിഫയർ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐസ് ക്യൂബുകൾ നമുക്ക് പാക്ക് ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി വേരിയസ് സൈസിലുള്ള പാക്കേജിങ് ചെയ്യാനുള്ള പാക്കിംഗ് മെഷീൻസ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ഇതിന് വേണ്ട റോ മെറ്റീരിയൽ എന്താ നോക്കാം. ഒന്നുമില്ല, ഒന്ന് പ്യൂർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ. ഇത് നമുക്ക് ബോർവെല്ല് പ്ലസ് പ്യൂരിഫയർ, അതല്ലെങ്കിൽ ബൾക്കായിട്ടുള്ള വാട്ടർ ടാങ്ക്, ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇത് വാട്ടർ പ്യൂരിഫൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത് ഇത് നമ്മൾ മെഷീനിലിട്ട് ഇതിനെ ഫില്ല് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കാനുള്ള. മൂന്നാമത്തത് നമ്മൾ പാക്ക് ചെയ്തതിനു ശേഷം സീൽ ചെയ്ത് വളരെ ഹൈജീനിക് ആയിട്ട് ചെയ്യാം. പിന്നെ ഒരു മാർക്കറ്റിംഗ് സെയിൽസ് എങ്ങനെ നോക്കാം. നമുക്ക് ജ്യൂസ് ഷോപ്പുകൾ ഡയറക്റ്റ് നമ്മുടെ മാർക്കറ്റിലെ ഫീൽഡിലുള്ള സപ്ലൈ വെഹിക്കിൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ജ്യൂസ് ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ് സർവീസസ്, ബാറുകൾ, സൂപ്പർ മാർക്കറ്റ്സുകൾ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ്, സ്വിഗ്ഗി, സൊമാറ്റോ ടൈപ്പ് ഒക്കെ ചെയ്ത് കാണാൻ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് ഇതിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതിന് പ്രോഫിറ്റബിൾ എങ്ങനെ നോക്കാം. 1 kg ഐസ് ക്യൂബിന്റെ കോസ്റ്റ് 2 to 3 രൂപ വരെ. സെല്ലിംഗ് പ്രൈസ് ആണ് മാർക്കറ്റിൽ 8 രൂപ തൊട്ട് 10 രൂപ വരെ. ഒരു ദിവസം 100 kg ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് 20,000 പെർ മന്ത് നെറ്റ് പ്രോഫിറ്റ് ഏറ്റവും മിനിമം ലെവലിൽ ചെയ്താൽ വരെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും മിനിമം ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരാൾക്ക് കഴിഞ്ഞ് പോകാനുള്ള വരുമാനം ഈസി ആയിട്ട് ഒരു സംഭവം കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലെ ചെറിയ റേഞ്ചിലുള്ള സെറ്റപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലാർജർ സ്കെയിലിൽ ചെയ്യാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ബിസിനസ്സാണ്. പിന്നെ ഇതിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെഷീൻസ്, വലിയ കപ്പാസിറ്റി ഉള്ള മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാഫിന് അഡീഷണൽ സ്റ്റാഫുകളെ നമുക്ക് ഹെൽപ്പിന് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പല സ്ഥലത്തും ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളും വെയർഹൗസുകളും അതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് വലിയ ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുപോലുള്ള വീഡിയോകൾക്കായി മാനുഫാക്ചറിംഗ് ബിസിനസ് ഐഡിയകളും ബിസിനസ് സ്ട്രാറ്റജികൾക്കും മോട്ടിവേഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മാനുഫാക്ചറിംഗ് ബിസിനസ് രംഗത്തെ നിങ്ങൾ ഉത്തമ വഴികാട്ടി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.